സച്ചേട്ടാ ഷൂ കൊടഞ്ഞിട്ടിരുന്നോ കേട്ടാ. കൊടഞ്ഞു പപ്പ ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അപ്പോൾ അതേ പപ്പ ഷൂ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു. കണ്ണൻ അത് നോക്കി ഇവിടെ നിൽപ്പുണ്ട്. പാറുകുട്ടി ഉറങ്ങുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് അവളെ ഇവിടെ കാണാത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൊളിയായിരിക്കും മക്കളെ, പൊളിയായിരിക്കും. എന്നിപ്പോൾ മറ്റേ ഫോണുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സെർച്ച് തുടങ്ങും. പ്രാന്ത് തുടങ്ങി അല്ലേ. ഹലോ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒട്ടും ബോറടിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നാടിനും ഓരോ ഭൂപ്രകൃതിയാണല്ലേ, അല്ലെങ്കിൽ ഭൂഭംഗിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ പുത്തൻകുരിശിലാണുള്ളത്. അപ്പോൾ പുത്തൻകുരിശിൽ ഒരുപാട് ഗ്രാമീണതയും പ്രകൃതി ഭംഗിയും ഒക്കെ ഇണങ്ങിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പോണ പോക്ക്, ഞാനിപ്പോൾ പാറുവിനെയും കണ്ണനെയും സ്കൂളിലാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പാറുവിൻ്റെ സ്കൂൾ കുറച്ചങ്ങ് നടന്ന് പോകണം നമ്മൾ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പകർത്തുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. നമ്മൾ പാറുവിൻ്റെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ തട്ടുതട്ടായിട്ടുള്ള പ്രദേശമാണ്. നമ്മൾ പോണ വഴിക്ക് ഒരു സംഭവം കണ്ടു ഗൈസ്. അതായത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, നിറച്ച് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഇതുപോലെ വെള്ളം ഇങ്ങനെ ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന റോഡിനപ്പുറം പൊങ്ങിയ പ്രദേശമാണ് കേട്ടോ. നല്ല മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഈ ഒരു ചെടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്? പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ കാണാനില്ല കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴിക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് ഇത് പൊട്ടിച്ചുകൊണ്ട് വരും. പൂച്ചവാല് പോലെയാണ് ഈ ചെടി നിൽക്കുന്നത്. എനിക്ക് തോന്നണേ അത് കായ്ക്കാറായതുകൊണ്ടായിരിക്കുള്ളൂ ഇങ്ങനെ മൂടിയിട്ടേക്കണത്. അതിൻ്റെ മുകളിലുണ്ടോ അറിഞ്ഞൂടട്ടോ എന്താന്ന്. അറിയാലോ ഗൈസ്, ഇവിടെ നിറച്ച് അണ്ണാറച്ചക്ക ഉണ്ടാവും. നല്ല ഫ്രഷ് ആയിട്ടുള്ള അണ്ണാറച്ചക്ക വേണമെങ്കിൽ ഈ ഭാഗത്തോട്ട് വന്ന പെരുമ്പാവൂർ റൂട്ടിലേക്ക് അല്ലേ. അപ്പോൾ ഈ അണ്ണാറച്ചക്ക എനിക്ക് തോന്നുന്നു ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ നേരത്തെ മൂടിയിട്ടേക്കണം ഞാൻ കാണിച്ചത്. പിന്നെ നമ്മൾ പോണ വഴിക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പച്ചപ്പാണ്. എല്ലായിടത്തും കൃഷിയിടങ്ങളൊക്കെ കാണാം. ഇപ്പോൾ വാഴയും കപ്പയും ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടേക്കണം. ഇത് കപ്പ കൊള്ളി കുത്തി വെച്ചേക്കണാണ്. അവിടെ കുറച്ച് ഒരു ചേച്ചിയും ചേട്ടനുമൊക്കെ, ചേച്ചിയും ചേട്ടനല്ല, 2 ചേട്ടന്മാരാണ്ട നികത്തി കപ്പയ്ക്ക് കൊള്ളി വെക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യണണ്ട. നമ്മുടെ വീട്ടിൽ വന്ന ചേട്ടനടിയത് അവരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം റിസർവ് ചെയ്ത് വെക്കുന്ന കുഴിയാന്ന് തോന്നുന്നത്. എന്താണെന്നറിയില്ല. പൂച്ചവാലൻ, പൂച്ചവാലൻ എന്നൊക്കെ പറയണ അതല്ല കേട്ടോ. എന്തിട്ടാണ് അതിൻ്റെ പേര് അറിയണവരെന്ന് കമന്റ് ചെയ്ത്. ഇവിടെയുള്ള മിക്ക വീടുകളിലും ജാതിമരം ഉണ്ടാവും കേട്ടോ. മിക്ക വീടുകളിലും റബ്ബറും ജാതി ഇങ്ങനെയും ഉണ്ടാവും. സ്കൂളിലാ പാറുവിൻ്റെ സ്കൂളൊക്കെ കാണാൻ ഇതിലും ഭംഗിയാണല്ലേ പാറു? നമ്മളിപ്പോ പോണ പോക്കി നമ്മൾ കാണിച്ചു തരും. എന്തൊക്കെയോ പറയണേ ഗൈസ്. നമുക്ക് എന്തായാലും പാറുവിൻ്റെ സ്കൂള് കാണാം അല്ലേ. കുറച്ച് കയറ്റമുള്ള പ്രദേശമാണ് ഗൈസ് അല്ലേ. അതുകൊണ്ടാണ് പോനില്ലേ. പാറുവിന് ചെറിയൊരു തൊണ്ടവേനൊക്കെ പോലെ ഉണ്ടെന്ന് തോന്നണല്ലേ സൗണ്ട്. നമ്മൾ പാറുവിൻ്റെ സ്കൂളിൻ്റെ ഗേറ്റ് കിടന്നു ഫ്രണ്ടിലോട്ട് കയറി ഗൈസ്. അടിപൊളിയല്ലേ വ്യൂ? അടിപൊളിയല്ലേ? ഇപ്പോഴത്തെ സൈഡിലോട്ടൊക്കെ ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഈ നേരെ കാണുന്ന ബിൽഡിങ്ങാണ്, നേരെ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ പാറു LKG UKG വിഭാഗം. അപ്പോൾ ഇവിടെ നിറച്ച് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നിറച്ച് പാർക്കല്ല, പാർക്കൊക്കെ ഉണ്ട്. ഊഞ്ഞാല, ഇങ്ങനെ പിള്ളേർ ഊർന്നിറങ്ങുന്ന സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ പേരറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയുണ്ട്. പിന്നെ ഒരു തട്ട് മുകളിലായിട്ട് ഇവരുടെ ഓഫീസ് കണ്ടോ, അത് ഒരു തട്ട് മുകളിലാണ്. ഞാൻ പറഞ്ഞല്ലോ തട്ടായിട്ടുള്ള പ്രദേശമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ സ്കൂള്, അതായത് LKG UKG സെക്ഷൻ അലങ്കരിച്ചേക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയോടുകൂടിയാണ്. നിറച്ച് ചെടികളും ഒക്കെ ആയിട്ട് അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. ആദ്യമായിട്ട് ഇവിടെ വരുമ്പോഴും അത് തന്നെയാണ്. അതേ കുട്ടികളുടെ ആ LKGയുടെ സെക്ഷൻ്റെ ആ ഭാഗത്തൊക്കെ മതിലൊക്കെ ചിത്രപ്പണികളൊക്കെ വരച്ചിട്ടുണ്ട്. അത് ഞാൻ പിടിച്ചില്ല കേട്ടോ, ഇനി വരുമ്പോൾ പിടിക്കാം. ഇവിടെയൊക്കെ നിറച്ച് ചെടികളാണ് കേട്ടോ ഇവരുടെ ആ ഒരു കോമ്പൗണ്ട് നിറച്ചത്. പാറുവിൻ്റെ ക്ലാസ് എത്തി
അപ്പോൾ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലേ. അപ്പോൾ പാറുൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇവർ. അങ്ങനെ ഇവർ ഭയങ്കര സ്നേഹമുള്ള പിള്ളേരായിട്ടോ. നമ്മളൊക്കെ കാണുമ്പോഴത്തേക്കും ഓടി വരും. വാട്ടർ ബോട്ടിൽ അവൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തത്. അവൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറുവിൻ്റെ ക്ലാസ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇതുമാതിരിയാണ് ഒരുക്കി വെച്ചേക്കണം. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോരുകയാണ് കേട്ടോ.